ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഋഷ്വികാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സേവ് ചെയ്ത് വെച്ചൊരു വീഡിയോ കേട്ടോ. ഞാൻ കുറേ ആയി സേവ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റ് കൊള്ളാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ വീഡിയോസ് സേവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് ഓരോരുത്തരും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ ബർത്തയാണ് കേട്ടോ. ഞാനിത് ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നല്ല റെഡ് കളർ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ അധികം റെഡ് കളർ ഇല്ല, വേറൊന്നും കൊണ്ടല്ല, എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണയിൽ വെളുത്തുള്ളി, സവാള, പിന്നെ പച്ചമുളക്, ഞാൻ സാധാ വറ്റൽമുളക് എടുത്തിരിക്കുന്നു കേട്ടോ. കാശ്മീരി ചില്ലിയും കൂടി വേണം, അതും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തനിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പൊട്ടറ്റോ ഒന്ന് വേവിച്ച പൊട്ടറ്റോ ആണ്, അതും കൂടി വന്നിട്ട് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നും കൂടി എടുത്തോളൂ കേട്ടോ. 2 തക്കാളി ഉണ്ടെങ്കിലേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഇതും കൂടി ഇട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് കുഴക്കുക കേട്ടോ. ഇതിലതാ ഞാൻ പറഞ്ഞ കളറ് നമ്മൾ കളറില്ലാത്തത് കാശ്മീരി ചില്ലി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. കളറില്ല എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ചോറില്ലേ, നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇതിട്ട് കുഴച്ച് കഴിക്കാം. ഇതൊന്നു തന്നെ മതി കേട്ടോ, വേറെ കറികളൊന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആവശ്യത്തിന് എരിവും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മുളക് കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ കളറിന് നമുക്ക് കാശ്മീരി ചില്ലി അത് ഇട്ടാൽ നല്ല റെഡ് കളറും കിട്ടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.